സംസ്ഥാനത്ത് ഹൃദ്രോഗ വിഭാഗം അനുവദിച്ച ഏക താലൂക്ക് ആശുപത്രി പുനലൂരിലാണ്. എന്നാൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗത്തിൽ ചികിത്സ നിലച്ചിട്ട് 2 മാസം പിന്നിടുന്നു. ഇവിടേക്ക് നിയമിക്കപ്പെട്ട ഡോക്ടർ 3 മാസത്തെ അവധിയിൽ പോയതോടെയാണ് ഹൃദ്രോഗ ചികിത്സ നിലച്ചത്. ഇത് കാരണം സാധാരണക്കാരായ രോഗികൾ ജില്ലാ ആശുപത്രിയിലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ ചികിത്സയ്ക്ക് പോകേണ്ട സ്ഥിതിയാണ്. വർഷങ്ങൾ നീണ്ട ആവശ്യത്തിനും കാത്തിരിപ്പിനും ശേഷം പ്രവർത്തനം ആരംഭിച്ച കാർഡിയോളജി വിഭാഗത്തിൽ സ്ഥിരമായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാതെ വന്നത് രോഗികളെ വല്ലാതെ വലച്ചിട്ടുണ്ട്. കാത്ത ലാബ് ഉൾപ്പെടെയുള്ള ഹൃദ്രോഗ പരിശോധനാ സൗകര്യങ്ങൾ സജ്ജമാവാത്തതിനാൽ ഇവിടേക്ക് വരാൻ ഡോക്ടർമാരും വിമുഖത കാട്ടുകയാണ്. ഹൃദ്രോഗ വിഭാഗത്തിൽ സംസ്ഥാനമൊട്ടാകെ ഡോക്ടർമാരുടെ ക്ഷാമമുണ്ട്. ഇത് കാരണം അവധിയിൽ പോകുന്ന ഡോക്ടർക്ക് പകരം ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ പോലും മറ്റൊരു ഡോക്ടറെ നിയോഗിക്കാനും ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഹൃദ്രോഗം സംശയിക്കുന്നവർക്ക് ഇക്കോ, TMT പരിശോധനകൾ നടത്താനേ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ സംവിധാനങ്ങളുള്ളൂ. ഇത് പരിശോധിക്കുന്നത് ഫിസിഷ്യനാണ്. തുടർ പരിശോധനകൾക്ക് മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യാനേ നിലവിലെ സാഹചര്യങ്ങളിൽ നിവർത്തിയുള്ളൂ. കാത്ത ലാബ് സജ്ജമാക്കുന്നതിനായി മുൻ സർക്കാർ 7 കോടി രൂപ അനുവദിച്ചിരുന്നെങ്കിലും അടങ്കൽ 12 കോടിയോളം എത്തിയതിനാൽ തുടർ നടപടി ആരംഭിക്കാനുമായില്ല. ലാബ് യാഥാർത്ഥ്യമാകാൻ ബാക്കി തുക കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ലാബ് സജ്ജമാക്കിയാൽ ഇവിടെ സ്ഥിരമായി സേവനമനുഷ്ഠിക്കാൻ ഡോക്ടർമാരും തയ്യാറാണ്. 2022 തസ്തിക അനുവദിച്ച ശേഷം 1 വർഷത്തിലധികം കാലം മാത്രമാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം ലഭിച്ചത്. തസ്തിക സൃഷ്ടിച്ചതിനൊപ്പം കാത്ത ലാബ് സജ്ജമാക്കാൻ തുക അനുവദിച്ചിരുന്നെങ്കിലും തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഓഗസ്റ്റ് 5-ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നുണ്ട്. താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് MLA C. അജയ് പ്രസാദ് കഴിഞ്ഞ മാസം മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ സന്ദർശനം. കാത്ത ലാബ് സ്ഥാപിക്കുന്ന വിഷയവും ട്രോമോ കെയർ യൂണിറ്റ് നിർമ്മാണവും നിലവിൽ നടന്നുവരുന്ന മറ്റ് വികസന പ്രവർത്തനങ്ങളും മന്ത്രിയുടെ സന്ദർശന വേളയിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, പുനലൂർ.